Good morning. Session 33. Once again, we are going back to what we have discussed in session 31. Okay, the subject. ഇതിലേക്ക് നമ്മൾ മടങ്ങിപ്പോകാൻ കാരണം ഒരു വാചകത്തിൻ്റെ കർത്താവ് മാർക്ക് ചെയ്യുന്നതിലാണ്, ഒരു കർത്താവിനെ എഴുതുന്നതിലാണ് ഒരു വാചകത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ദാറ്റ് വി ആർ ടേക്കിംഗ് ഇൻ റൈറ്റിംഗ് എ സെൻറ്റൻസ് is the decision on fixing the subject. That is why we are going back to this. Okay, and what is the criteria? Okay, that is determining our decision here. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay. In session 31, I have told you that any part of the speech can come as a subject of a sentence. ഒരു പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതിനകത്തുള്ള ഏത് യൂണിറ്റിനും ഒരു വാചകത്തിൻ്റെ സബ്ജക്റ്റായി വരാം, ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായി വരാം എന്നുള്ളതാണ് നാം സാങ്കേതികമായി മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, but is a coordinating conjunction. We are writing a sentence like this, which we have analyzed in the last class. But is a coordinating conjunction എന്നൊരു വാചകം എഴുതുന്നു. Okay, we forget about coordinating conjunctions, we forget about grammar. ഈ ഒരു വാചകം മാത്രം എടുക്കുകയാണെങ്കിൽ ഇവിടെ but എന്നുള്ള വേർഡ് it is taken as a subject. ഓക്കെ, അതിൻ്റെ അർത്ഥം ഈ വാചകത്തിലെ കർത്താവ് ബട്ട് എന്നുള്ള വാക്ക് ആണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ പാർട്സ് ഓഫ് സ്പീച്ചിനകത്തുള്ള കൺജങ്ഷൻ്റെ റോള് ഇവിടെ ആ ബട്ട് എടുക്കുന്നില്ല. കാരണം വി നോ ദാറ്റ് സിൻസ് ഇറ്റ് ഇസ് എ കൺജങ്ഷൻ ഇറ്റ് കനോട്ട് കം ഇൻ ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ്. രണ്ട് വാചകങ്ങളെയോ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെയോ രണ്ട് ഫ്രേസുകളെയോ കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന, രണ്ട് വാക്കുകളെയോ കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു 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 കണക്ടറാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ലോജിക്കൽ ദാറ്റ് ഇറ്റ് കംസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ വി ആർ നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ കൺജങ്ഷൻ റോൾ ഓഫ് ബട്ട് ഹിയർ, വി ആർ സ്പീക്കിംഗ് ഓഫ് ദ നൗൺ റോൾ ഓഫ് ദ വേർഡ് ബട്ട് ഹിയർ. ബട്ട് എന്ന വാക്കിൻ്റെ ഒരു പേര് അല്ലെങ്കിൽ ആ വാക്കിൻ്റെ ഒരു നാമരൂപമായാണ് നാം ഇവിടെ ബട്ട് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കൺജങ്ഷൻ ഹിയർ. ദ സെൻറ്റൻസ് ഗോസ് ലൈക്ക് ദിസ്: ബട്ട് ഈസ് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ബട്ട് എന്നത് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് എന്ന് നാം പറഞ്ഞിരിക്കുന്നു. യു ആർ സ്പീക്കിംഗ് അബൌട്ട് the quality of this particular word as a noun. Okay, കാരണം a subject is always a naming something. Subject എന്ന് പറയുന്നത് എപ്പോഴും ഒരു noun-ആണ്. ഓക്കെ, യു ആർ നെയിമിങ് സംതിങ്. നൗൺ എന്നുള്ളത് നെയിമിങ്, പേര് പറയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നാം പറയുന്നത്. അതായത് ഒരു വാചകം, ഏതൊരു വാചകമാണെങ്കിലും നാം എന്തിനെക്കുറിച്ചോ പറയുകയാണ്, പറയുന്ന കാര്യത്തെ നാം ഫിക്സ് ചെയ്യുകയാണ്, നാം ലൊക്കേറ്റ് ചെയ്യുകയാണ്, നാം ലിമിറ്റ് ചെയ്യുകയാണ്. ദിസ് ഈസ് വാട്ട് വി ഹാവ് സീൻ ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, അത് ഇഫ് യു ഗോ എ ലിറ്റിൽ ഫർദർ യു ക്യാൻ സീ ദാറ്റ് it's not just a single word that is coming as a subject of a sentence. Even a clause or a phrase can come as a subject of a sentence. ഒരു ഒറ്റ വാക്ക് മാത്രമല്ല, ഒരു ഫ്രേസിനോ അല്ലെങ്കിൽ ഒരു ക്ലോസിനോ ഒരു വാചകത്തിൻ്റെ സബ്ജക്റ്റായി വരാം എന്നും നമുക്കറിയുന്നു. അങ്ങനെ വരുമ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. Let us look at some examples. I am taking a phrase, for example, okay, say John and Mary are friends. Here John and Mary together, you know, these three words put together, they form a phrase. ഇതൊരു ശൈലിയാണ്. ഇതിന് ഫ്രേസ് എന്ന് പറയാൻ കാരണം ഇതിനിടയിൽ നമ്മൾ എവിടെയും ഒരു വേർബ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിനൊരു ശൈലിയാണ്, ഫ്രേസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ദ വേർബ് ഹിയർ ഈസ് ആർ. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഒരേ സമയം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ജോൺ ആൻഡ് മേരി എന്നുള്ളതൊരു ഫ്രേസാണ്, ഒരു ശൈലിയാണ്, ഒരൊറ്റ ശൈലിയാണ്. അപ്പോൾ അതിനൊരു സിംഗുലാരിറ്റി ഉണ്ട്. ഓക്കെ, പക്ഷേ ആ സിംഗുലാരിറ്റി അല്ല അതിൻ്റെ വേർബിൽ നമ്മൾ കാണുന്നത് ഒരു പ്ലൂരാലിറ്റിയാണ്.
എന്തുകൊണ്ട്? ഇവിടെ ജോൺ ആൻഡ് മേരി എന്നുള്ളത് രണ്ട് ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റീസിനെ സ്പെസിഫൈ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടും ആ മീനിങ് ക്ലിയർ ആവാൻ വേണ്ടിയും, despite the fact that this forms a single phrase, we are using a plural verb here. ഓക്കെ, ഇതൊരു ഒറ്റ ശൈലിയാണെങ്കിലും അതിന് പുറകെ വരുന്നത് ഒരു പ്ലൂരൽ വേർബാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കുന്നു. The same thing happens with a clause also. Look at this. Another example where I am going to use a clause as the subject of a sentence. Who is my doctor is my choice. ഓക്കെ, ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ് ഈസ് എൻ്റെ ഡോക്ടർ ആരായിരിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ചോയ്സാണ് എന്നാണ്. ഹൂ ഈസ് മൈ ഡോക്ടർ ഈസ് മൈ ചോയ്സ്. ആൻഡ് ദ സബ്ജക്റ്റ് ഇൻ ദിസ് സെൻറ്റൻസ് ഈസ് ഹൂ ഈസ് മൈ ഡോക്ടർ ടുഗെദർ. Right? Here this is a clause because you have a finite verb here. ഇവിടെ ഈസ് എന്നുള്ള ഒരു വേർബ് ഈ വാക്കുകളുടെ ഇടയിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇതൊരു ക്ലോസ് ആണ്. ഓക്കെ, ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് സെപ്പറേറ്റ്ലി, അതുകൊണ്ട് ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. മാത്രമല്ല ഇറ്റ് ഹാസ് എ WH വേർഡ് ഇൻ ദ ബിഗിനിങ്. വി വിൽ ഗോ ടു ദീസ് ഡീറ്റെയിൽസ് ലേറ്റർ. ഹൂ, വാട്ട്, വെൻ, ഇത്തരത്തിലുള്ള ഒരു WH വേർഡ് ഇതിന് മുന്നിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ സബോർഡിനേറ്റ് ക്ലോസ്. Okay, so we are not thinking about the quality of the clause. We say that this whole clause is coming as the subject of this sentence. ഈ വാചകത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ മൊത്തം ക്ലോസ് ആണ്. അതിന് പിറകെ വരുന്ന കാര്യം ശ്രദ്ധിക്കുക, ഈസ് മൈ ചോയ്സ്. അവിടെ see, unlike this one, there is what is the difference here? ഇതൊരു ഒറ്റ യൂണിറ്റ് ആയതുകൊണ്ടല്ല ഇവിടെ ഈസ് എന്നുള്ള വേർബ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈസ് യൂസ് ചെയ്യാൻ കാരണം ആരായിരിക്കണം എൻ്റെ ഡോക്ടർ എന്ന ചോദ്യം എന്നുള്ള ആ ചോദ്യം സിംഗുലറാണ്. ആ ചോദ്യം എൻ്റെ തീരുമാനമാണ്. ഓക്കെ, ദാറ്റ് ഈസ് മൈ ചോയ്സ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ യു ആർ യൂസിങ് ആൻ ഈസ്. അപ്പോൾ ദിസ് ഇസ് വൺ കൺഫ്യൂഷൻ ദാറ്റ് പീപ്പിൾ യൂഷ്വലി ഹാവ് വെൻ ദേ കം ടു റൈറ്റ് സെൻറ്റൻസസ്. സബ്ജക്റ്റ് എന്ന് പറയുന്നതിനകത്തുള്ള വാക്കുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണോ അതോ മൊത്തം സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയാണോ ആ വാചകത്തിലെ വേർബ്, ആ വാചകത്തിൻ്റെ ആ വേർബിൻ്റെ സിംഗുലാരിറ്റിയും പ്ലൂരാലിറ്റിയും നിർണ്ണയിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. റൈറ്റ്? ആൻഡ് ദിസ് ക്യാൻ ബി സക്സസ്ഫുള്ളി ഇഫക്റ്റീവ്ലി അഡ്രസ്ഡ് ഓൺലി ഇഫ് യു ആർ തിങ്കിങ് ലോജിക്കലി. ഒരു വാചകത്തെക്കുറിച്ച് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇതിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് ഓരോ വാചകങ്ങളിലും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വി ആർ ഗോയിങ് ബാക്ക് ടു വാട്ട് വി ഹാവ് ബീൻ ടെല്ലിങ് ഇൻ ഓൾ ദീസ് സെഷൻസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ് ഹാസ് 2 dimensions. ഒരു വാചകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ കോണ്ടെക്സ്ച്വൽ മീനിങ് ആണ്. ഓക്കെ, യു ക്യാൻ ലുക്ക് അറ്റ് ദിസ്. I'll give you another example that will make this very clear. We have seen John and Mary are my friends or are our friends. We have seen this already. Okay, but look at this one. Bread and butter. You have a problem that I am not writing. Which one would you put there? Okay, here is a gap. Okay, how do you fill in that gap? Is it is a breakfast or are a breakfast? This clarifies our confusion. Bread and butter എന്ന് പറയുന്നത് we are taking it as one unit. Okay, because if you need to eat bread, you need butter. So that is one unit. Despite the fact that ബ്രെഡും ബട്ടറും രണ്ടാണ് എന്നുള്ളതല്ല, ബ്രെഡും ബട്ടറും ഒന്നിച്ചാണ് കഴിക്കുന്നത് എന്നുള്ളത് അതൊരു യൂണിറ്റാണ്. As a breakfast, it's one single unit. So is sufficient. And is correct also. Okay, bread and butter is a breakfast. Correct.
But if you are insisting that you need to eat bread separately and butter separately, അങ്ങനെയും നമുക്ക് കഴിക്കാം, ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ of course this one is also permissible. They are a breakfast. I take bread once, then I take butter later. Why not? Okay, are. So from this, what is our presumption? നമ്മുടെ എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്? ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് ഗ്രാമർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ പ്രവർത്തിക്കുന്നത്, ബാഹ്യമായ ഗ്രാമർ എന്നുള്ളതിനേക്കാൾ പ്രവർത്തിക്കുന്നത് ലോജിക്കാണ്, യുക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ യുക്തി എന്നുള്ളതാണ് വാചകത്തിൻ്റെ നിർമ്മിതിയിൽ. ഒരു വാചകം എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ നിർമ്മിതിയിൽ ഏറ്റവും ഫണ്ടമെൻ്റലായി വേണ്ടത്, ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് എപ്പോഴും ലോജിക്കാണ്, അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, ഈ യുക്തി നേരത്തെ കണ്ട എല്ലാ ഉദാഹരണങ്ങളിലും യുക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. ഓക്കെ, സോ let's look at this. See, when we speak of something, we need to be having clarity of what we are speaking. ഇവിടെ ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് എന്നുള്ളതാണ്, സമഗ്രമായ അറിവ് എന്നുള്ളതാണ്. ഓക്കെ, ഭാഗികമായ അറിവിൽ നിന്നും നമുക്ക് ഭാഗികമായ വാചകങ്ങളെ സൃഷ്ടിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ അർത്ഥപൂർണമല്ലാത്ത അപൂർണമായ വാചകങ്ങൾ മാത്രമേ ഭാഗികമായ ചിന്തയിൽ നിന്നും ഭാഗികമായ അറിവിൽ നിന്നും സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടച്ച്ഡ് അപ്പോൺ ഇൻ സെഷൻ 31. Okay, so if the sentence is defective, if the sentence is incomplete, it simply suggests that the thought that has gone before the sentence was defective or incomplete. ഭാഗികമായ അപൂർണമായ ചിന്തയിൽ നിന്നാണ് ഭാഗികമായ അപൂർണമായ വാചകങ്ങൾ ഉണ്ടാവുന്നത്. അത് നമ്മൾ പറയുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും. ഓക്കെ, നാം പലപ്പോഴും കാണുന്ന പല വാചകങ്ങളിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. സാധാരണ ഉപയോഗിച്ചു വരുന്ന ഒരു മഹദ് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. സാധാരണ മലയാളം പ്രചാരണ നോട്ടീസുകളിലൊക്കെ കാണുന്നൊരു വാചകമാണ് മഹദ് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത്. ദിസ് സെൻറ്റൻസ് ഈസ് റോങ് ആക്ച്വലി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ആക്ച്വലി. കാരണം പങ്കെടുക്കുന്നത് വ്യക്തികളാണ്. വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി എന്നുള്ള ക്യാരക്ടറാണ്, ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള ആ ക്വാളിറ്റിയാണ് വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്. വി ഡോണ്ട് വാണ്ട് ദെയർ objectified personalities to come and speak in the conference. We want the people to come and participate in the conference. വ്യക്തികളാണ് വരികയും പങ്കെടുക്കുകയും ചെയ്യേണ്ടത്, അല്ലാതെ ആ വ്യക്തികളുടെ വ്യക്തിത്വമല്ല വരികയും പങ്കെടുക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ സ്ഥിരമായി നാം ഇത്തരത്തിൽ കാണുന്നത്. ഇതിന് കാരണം ഈ ചിന്തയിൽ വരുന്ന, ലോജിക്കൽ ചിന്തയിൽ വരുന്ന ഒരു ഫ്ലോ ആണ്. ഓക്കെ, ഒരു ചെറിയ തകരാറാണ്. ഓക്കെ, അപ്പോൾ ഇതില്ലാതിരിക്കണമെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വി നീഡ് ടു ബി ഹാവിങ് എ കംപ്ലീറ്റ് ഐഡിയ ഓഫ് ഇറ്റ്. സപ്പോസ് I'll give you another example which will make this very clear for you. You are going to speak something about the morning. Okay, you have, say, many words. Okay, morning, or cockcrow, or dawn, or wee hour, or sunrise. Okay, is beautiful is what you are saying. Okay, this is the sentence that you are saying. Morning is beautiful is what you are saying. You are saying it differently. Cockcrow is beautiful.
Okay, the cockcrow hour is beautiful, or the dawn is beautiful, the wee hour is beautiful, or say sunrise is beautiful. You are speaking differently of this. What is happening? Each one here is doing the work of a noun. ഇവിടെ എല്ലാം ഈ സബ്ജക്ട്സ് എല്ലാം ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു നൗണാണ്. ഓക്കെ, വെൻ യു സ്പെസിഫൈ ഇറ്റ് വിത്ത് എ ഡിറ്റർമിനർ, അതൊരു നൗണിൻ്റെ റോളിലേക്ക് പോകുന്നു. പക്ഷേ ഈ ഓരോ മോർണിംഗും ഡിഫറെൻ്റാണ്. ഓക്കെ, മോർണിംഗ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അർത്ഥമല്ല ദ കോക്ക്രോ അവർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അവർ ഓഫ് ദ കോക്ക്രോ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ കോക്ക്രോ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് മോർണിംഗ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അർത്ഥമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ദ ഡോൺ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതും മോർണിംഗ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതും രണ്ട് അർത്ഥങ്ങളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. So if you are very specific about your meaning, if you are very particular about the right kind of sentiment that you want to communicate, you will be choosy about this. ഇതിൽ ഏത് പദമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ സിലക്റ്റീവ് ആവും, ചൂസി ആവും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യാവുന്നത് വാക്കുകളെക്കുറിച്ചല്ല ചൂസ് ചെയ്യാവുന്നത്, നിങ്ങളുടെ ആശയങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യാവുന്നത് എന്നതാണ് വാസ്തവം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റൈൽ ഈസ് ദ മാൻ, അല്ലെങ്കിൽ യു ആർ വാട്ട് യു സ്പീക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ആന്തരിക വ്യക്തിത്വം പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഭാഷയിലൂടെയാണ്. ഓക്കെ, നമ്മുടെ വ്യക്തിത്വത്തെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന സാധനം തന്നെയാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭാഷയെക്കുറിച്ചുള്ള നിരവധി സങ്കല്പങ്ങളിൽ ഈ ഭാഷയുടെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഉള്ള വിവക്ഷകളുണ്ട്. നമുക്ക് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നിരവധി പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഭാഷ എന്ന് പറയുന്നത് ബോധപൂർവം സത്യത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ഉപാധിയാണ് ഭാഷ എന്ന് ഷേക്സ്പിയർ തന്നെ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. ടെംപസ്റ്റ്, ഫേമസ് പ്ലേ, ദ ലാസ്റ്റ് പ്ലേ ഓഫ് ഷേക്സ്പിയർ, അതിനകത്ത് കാലിബൻ എന്നുള്ള സബ് ഹ്യൂമൺ ആയിട്ടുള്ള സെമി ഹ്യൂമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, ഒരു മോൺസ്ട്രസ് ക്യാരക്ടറുണ്ട്. ഓക്കെ, അതിലെ ഹീറോ ആയിട്ടുള്ള പ്രോസ്പെറോ എന്നുള്ള ഗ്രേറ്റ് മജീഷ്യൻ്റെ അടിമയാണ് ഈ പാതി മനുഷ്യനായ ഈ കാലിബൻ. കാലിബൻ ഒരു സന്ദർഭത്തിൽ പ്രോസ്പെറോയോട് പറയുന്നുണ്ട്, യു ടോട്ട് മീ ലാംഗ്വേജ് സോ ദാറ്റ് ഐ നോ ഹൗ ടു കേഴ്സ് എന്നാണ്. സംസ്കാരത്തിൻ്റെ ലോകത്തിൽ നിന്നും വന്ന് നീ എന്നെ ഭാഷ പഠിപ്പിച്ചു, നിന്നോട് സംസാരിക്കാനായി നീ എന്നെ ഭാഷ പഠിപ്പിച്ചു, അതുകൊണ്ട് എനിക്കിപ്പോൾ അറിയാം എങ്ങനെ ശപിക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൈമൽ ഇന്നസെൻസിൽ നിന്നും, എൻ്റെ സഹജമായ നിഷ്കളങ്കതയിൽ നിന്നും ഞാൻ അകന്നു പോയതിൻ്റെ ഒരു തെളിവാണ് എൻ്റെ ഭാഷ. അതുകൊണ്ട് എനിക്ക് ശപിക്കാൻ അറിയാതിരുന്ന എനിക്ക് ഇപ്പോൾ ശപിക്കാൻ അറിയാം എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഞാൻ ശപിക്കുന്നു? കാരണം എനിക്കതിനുള്ള ഭാഷ കൈവന്നു എന്ന് പറയുന്നു കാലിബൻ ഫ്രം ഷേക്സ്പിയർ, ടെംപസ്റ്റ്. റൈറ്റ്, അപ്പോൾ ഭാഷ നമ്മിൽ നിന്നും ഇതിൽ നിന്നും എത്തുന്ന നിഗമനം നമ്മിൽ നിന്നും ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള, നമ്മിൽ നിന്നും വസ്തുനിഷ്ഠമാക്കി മാറ്റിയിട്ടുള്ള നമ്മുടെ വ്യക്തിത്വം തന്നെയാണ് ഭാഷ. അത് സത്യമാണോ നുണയാണോ എന്നുള്ളതോ, അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതും ഇതൊക്കെ താത്വികമായ പ്രശ്നങ്ങളായിരിക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യൻ്റെയും, ഒരു സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വ പ്രകാശനത്തിൻ്റെ ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് അവൻ്റെ ഭാഷയാണ്. അത് അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം അവൻ നിർമ്മിക്കുന്ന വാചകങ്ങളുടെ ആശയങ്ങളെക്കുറിച്ച് അവൻ പൂർണ്ണമായ ബോധവാനായിരിക്കുമ്പോഴാണ് പൂർണ്ണമായ അർത്ഥത്തിലുള്ള വാചകങ്ങൾ അവൻ ഭാഷയിൽ നിർമ്മിക്കുന്നത്. ഓക്കെ, so the process of creating a complete sentence is the process of creating a complete sense, the process of creating complete logic. ഓക്കെ, അപ്പോഴാദ്യം ഭാഷയല്ല സംഭവിക്കുന്നത്, ആദ്യം വ്യാകരണമല്ല സംഭവിക്കുന്നത്, ആദ്യം യുക്തിയാണ് സംഭവിക്കുന്നത്. ആദ്യം ഭാവനയും യുക്തിയും സർഗാത്മകതയും അനുഭവവുമാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഇതൊക്കെയാണ്. ഇതിൽ നിന്നും നാം ക്രോഡീകരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്.
അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഓരോ കാര്യത്തിലും ഇവിടെ പലതരത്തിലുള്ള പ്രഭാതങ്ങളെക്കുറിച്ച് സൂചന വരുന്നു. ഈ ഓരോ പ്രഭാതവും ഒന്നിൽ നിന്നും മറ്റൊന്ന് വിഭിന്നമാണ്. നിങ്ങൾ പ്രഭാതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ വാചകങ്ങളിൽ നിന്നും വ്യക്തമാണ്. മോർണിംഗ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരാളുടെ മനസ്ഥിതിയിലല്ല ദ സൺറൈസ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരാൾ ആ വാചകം പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ദ കോക്രോ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഡോൺ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അതേ അർത്ഥത്തിലല്ല. Okay, if you look at this problem in Malayalam, that will be more easy to comprehend. What is your morning? Let us look at this particular issue from a different angle. മലയാളത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രഭാതം എന്നുള്ള ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ള. എല്ലാവരുടെയും പ്രഭാതം ഒരേ പ്രഭാതമല്ല. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടുകാരുടെ ഒരു പ്രഭാതം എന്ന് പറയുന്നത് ഇൻ പാലക്കാട് ഓക്കെ, ഞങ്ങളുടെ പ്രഭാതവുമായിട്ടുള്ള സങ്കല്പവുമായിട്ട് ചേർന്ന് വരുന്ന ഒരു കാര്യം നല്ല ഫിൽട്ടർ കോഫിയുടെ ഒരു അരോമ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള നല്ല ഒന്നാന്തരം ഇഡ്ഡലി വെന്ത് അതിൻ്റെ ഒരു സ്റ്റീമിൻ്റെ ഒരു ഗന്ധം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്തുള്ള കോവിലിൽ നിന്നുമുള്ള ഈ മോർണിംഗ് ബെൽസിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തുള്ള ഉപനയനം ഒക്കെ നടക്കുന്ന അഗ്രഹാരങ്ങളിൽ നിന്നും കേൾക്കുന്ന ഈ വേദിക് ചാൻറ്റിങ്ങിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ഓൾ ദീസ് ഇമേജസ് rush into our mind. When I personally think about my village in Palghat, these are the images that rush into my mind, and I relish the feeling of morning there. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് മോർണിംഗ് എന്ന് പറയുന്നത് ഓക്കെ ദ അവർ ദാറ്റ് ദ ന്യൂസ് പേപ്പർ കംസ് എന്നുള്ളതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ദ അവർ ദാറ്റ് ദ സൈറൺ ഗോസ്, അടുത്തുള്ള ഒരു ഫാക്ടറിയിൽ നിന്നൊരു സൈറൺ പുറപ്പെടുന്ന ഒരു സമയമായിരിക്കാം. ദ മോർണിംഗ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, സോ ഫാർ വി ഹാവ് സ്പോക്കൺ ഓൺലി അബൌട്ട് പേഴ്സണലൈസ്ഡ് നോഷൻസ് ഓൺ മോർണിംഗ്. ഇത്രയും നമ്മൾ പറഞ്ഞത് വ്യക്തിപരമായ നമ്മുടെ പ്രഭാത അനുഭവങ്ങളെക്കുറിച്ചാണ്, പ്രഭാത അനുഭൂതികളെക്കുറിച്ചാണ്. ഇനി വ്യക്തിപരമല്ലാത്ത അനുഭൂതികളെക്കുറിച്ചുകൂടെ ചിന്തിച്ചാലേ പ്രഭാതം എന്നുള്ള ആശയം പൂർണ്ണമാകുന്നുള്ളൂ. Okay, you think about those animals which are going to be slaughtered in the morning. രാവിലെ ഒരു ബുച്ചറുടെ അറവുശാലയിലേക്ക് നയിച്ചു കൊണ്ടുവരുന്ന മൃഗങ്ങൾ, അവരുടെ മോർണിംഗ് എന്താണ്? അല്ലെങ്കിൽ think about the morning of a patient who is going to be operated that particular morning. അന്ന് രാവിലെ ഒരു ഗുരുതര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടുന്ന ഒരു രോഗിയുടെ ഒരു പ്രഭാതം എന്ന് പറയുന്നത് എന്താണ്? Or the morning of a person who is going to be hung as a punishment. He is going to be hung as a punishment on that particular morning. തൂക്കിക്കൊല്ലപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പ്രഭാതം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പ്രഭാതം എന്ന് നാം വെറുതെ പറയുന്ന ഒരു കാര്യം, ഒരു വാചകത്തിൽ പ്രഭാതം എന്ന് നാം വെറുതെ പറയുന്ന ഒരു കാര്യം, നാം ഏത് അനുഭവത്തെയാണോ വിനിമയം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ അനുഭവത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അല്ലാതെ അർത്ഥപൂർണമാവുകയില്ല. അതുകൊണ്ട് കേവലം അവിടെ നമ്മൾ പ്രഭാതം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണമാണെങ്കിലും ഇത് വിനിമയം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ലഭിക്കുന്ന എത്തുന്ന ഇതിൻ്റെ റിസീവർക്ക്, ഓക്കെ, ഇത് എത്തിപ്പെടുന്ന ആൾക്ക് ഈ ഏത് പ്രഭാതത്തെയാണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് അറിയുക. സ്വാഭാവികമായും സെൻഡറുടെ പ്രഭാതവും റിസീവറുടെ പ്രഭാതവും രണ്ട് പ്രഭാതമാണ്. അപ്പോൾ തീർച്ചയായും there should be a compromise, there should be an agreement between the sender and the receiver when he speaks about morning. അതാണ് നാം നേരത്തെ കണ്ടത്. മോർണിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡോൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം വി അവർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം കോക്രോ. ഓരോ പ്രഭാതവും ഡിഫറെൻ്റാണ്. ഓക്കെ, ഇത് മലയാളത്തിൽ തന്നെ let us look at this, how this is happening. Somebody is writing ഒരു sentence like this, പ്രഭാതം സുന്ദരമാണ് എന്നെഴുതുന്നു. ഓക്കെ, അതിനെ തന്നെ ഒരു അഡ്ജക്റ്റീവൽ ഫോമിൽ ചെമന്ന രശ്മികളുടെ സമയം
സുന്ദരമാണ്. ഓക്കെ, അതല്ലെങ്കിൽ സുന്ദരമാണ് എന്ന 3 വാചകങ്ങൾ നാം ഒന്ന് പരിശോധിക്കുക. പ്രഭാതം സുന്ദരമാണ് എന്ന് പറയുന്നതും ചെമന്ന രശ്മികളുടെ സമയം സുന്ദരമാണ് എന്ന് പറയുന്നതും പുലർകാല പക്ഷികളുടെ സമയം സുന്ദരമാണ് എന്ന് പറയുന്നതും 3 തരത്തിലുള്ള പ്രഭാത അനുഭവങ്ങളായി മാറുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് പ്രഭാതം എന്നുള്ള സബ്ജക്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് സൂചിപ്പിക്കുന്ന അർത്ഥം, ഓക്കെ, that is entirely different and that is exclusive to that sentence only. പ്രഭാതം സുന്ദരമാണ് എന്നുള്ളതിൽ പ്രഭാതം എന്ന കർത്താവ്, ആ സബ്ജക്റ്റ് സൂചിപ്പിക്കുന്ന അർത്ഥം ഈ വാചകത്തിന് മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ളതാണ്, സവിശേഷമായിട്ടുള്ളതാണ്, പ്രത്യേകമായിട്ടുള്ളതാണ്. ഇവിടെ പ്രഭാതം എന്നുള്ള വിവക്ഷയെ വരുന്നില്ല. പ്രഭാതത്തെ അതിൻ്റെ ഒരു ക്വാളിറ്റിയായി മാത്രമേ നാം കാണുന്നുള്ളൂ. പ്രഭാതത്തിനുള്ള നിരവധി ക്വാളിറ്റീസിൽ ഒരേ ഒരു ക്വാളിറ്റി നാം എടുത്തു പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ ആകർഷിച്ചിരിക്കുന്ന ഒരേ ഒരു ക്വാളിറ്റി, അത് ചമന്ന രശ്മികളുടെ സമയമാണ് എന്നുള്ളതാണ്. പ്രഭാതം എന്ന് പറയാതെ തന്നെ ചമന്ന രശ്മികളുടെ സമയം എന്നുള്ള ഒരു വിവക്ഷയിലേക്ക് നാം അതിനെ കുറച്ചു കൊണ്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ നാം അതിനെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അത് സുന്ദരമാണ് എന്നുള്ളതിൽ മാത്രമാണ് ഈ ഒന്നാമത്തെ വാചകവും രണ്ടാമത്തെ വാചകവും തമ്മിലുള്ള സാദൃശ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റാണ്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അനദർ ലെവൽ, പുലർകാല പക്ഷികളുടെ സമയം എന്ന് പറയുമ്പോൾ അവിടെ പ്രഭാതമോ അതിൻ്റെ നിറമോ ഒന്നുമല്ല. ഈ പക്ഷികൾ എന്ന് പറയുന്ന അതിൽ നിന്നും, പ്രഭാതത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന ഒരു സത്തയാണ് പക്ഷികൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പക്ഷികളെയും പ്രഭാതത്തെയും കൂട്ടിച്ചേർക്കാനായി യാതൊന്നും തന്നെയില്ല. പക്ഷേ അവ പുലർകാല പക്ഷികളാണ് എന്നുള്ളൊരു ലിങ്ക് കൊണ്ട് നാം പുലർകാലത്തെയും പക്ഷികളെയും കൂട്ടിച്ചേർത്തിരിക്കുന്നു. ആ തരത്തിൽ നാം ഒരു സബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതുതന്നെയാണ്, ഇത് ഏത് ഭാഷയിലാണെങ്കിലും ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ദ ബേസിക് തിങ് ഓൺ വിച്ച് വി ആർ സീറോയിങ് ഇൻ നൗ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ക്ലാരിറ്റി ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ സബ്ജക്റ്റ് ദാറ്റ് ഈസ് ഡിറ്റർമൈനിങ് ദ ക്ലാരിറ്റി ഓഫ് ദ സെൻറ്റൻസ്. ഒരു വാചകം ക്ലിയർ ആണ്, അല്ലെങ്കിൽ ഒരു വാചകം സെൽഫ് സഫിഷ്യൻ്റ് ആണ്, ഒരു വാചകം ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന, അതിനകത്ത് ഫങ്ഷണൽ ആയിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ, കർത്താവ് എന്ന് പറയുന്നതിൻ്റെ ബാലൻസ് അതിൻ്റെ ഗ്രാമറിൽ നിന്നും വരുന്ന ഒരു ബാലൻസ് അല്ല. അത് ദാറ്റ് വി ഹാവ് സീൻ ഇൻ സം എക്സാമ്പിൾസ് ഏർലിയർ. ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിനെ നാം എത്ര ആഴത്തിൽ അനുഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ബാലൻസാണ്. ഓക്കെ, അതിൻ്റെ യുക്തിയാണ്, നമ്മുടെ അനുഭവത്തിൻ്റെ യുക്തിയാണ്, നമ്മുടെ അനുഭവത്തിൻ്റെ പൂർണ്ണതയാണ് ഒരു വാചകത്തിൽ നാം എഴുതിയ ഒരു സബ്ജക്റ്റിൻ്റെ പൂർണ്ണതയെ നിർണ്ണയിക്കുന്നത്. ആ സബ്ജക്റ്റ് പൂർണ്ണമാണെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റിനെക്കുറിച്ച് നാം പറഞ്ഞിട്ടുള്ള പ്രെഡിക്കേറ്റ് പൂർണ്ണമാകുന്നുള്ളൂ. Okay, a sentence is always a combination of a subject and a predicate. This is very, very, very clear. Okay, so if there is no perfect understanding of what the subject is doing in a sentence, it is certainly possible that the predicate also can go defective, and the total result will be a defective sentence. ഓക്കെ, അതുകൊണ്ട് ഒരു വാചകത്തിലെ സബ്ജക്റ്റ് എഴുതുന്നതിന് മുമ്പ് think of it, what you are going to speak, at what level you are going to speak, what is it that you are going to communicate. Okay, we'll continue in the next class. Thank you.